ലോകം മുഴുവൻ ഒരു വശത്തു നിന്ന് ഇസ്രായേലിനെ വിമർശിക്കുമ്പോഴും ഐക്യരാഷ്ട്രസഭയിൽ അവർക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തിയായ അമേരിക്ക ഇത്രയധികം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതിന് പിന്നിൽ 1948 തുടങ്ങിയ വലിയൊരു ചരിത്രമുണ്ട്. ശക്തമായ മതപരമായ വിശ്വാസങ്ങളുണ്ട്. അതിലുപരി കോടിക്കണക്കിന് ഡോളറിന്റെ തന്ത്രപരമായ രാഷ്ട്രീയ കളികളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇസ്രായേൽ എങ്ങനെ അമേരിക്കയെയും അതുവഴി ലോകത്തെയും സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. വെറും ഒരു സൗഹൃദത്തിനപ്പുറം ഇസ്രായേൽ എങ്ങനെ അമേരിക്കൻ രാഷ്ട്രീയത്തെയും അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെയും എന്തിനെ സാധാരണക്കാരന്റെ വിശ്വാസത്തെ പോലും സ്വാധീനിക്കുന്നു. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലോബിയിങ് തന്ത്രത്തിന്റെ ചുരുളുകൾ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. വെൽക്കം ടു ദി നൈൽ ഡീകോഡ്സ്. ആയിരത്തി 1948 ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമാകുന്നത്. അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഹാരി ട്രൂമാൻ ഇസ്രായേൽ പ്രഖ്യാപനം വന്ന് വെറും 11 മിനിറ്റിനുള്ളിൽ തന്നെ ആ രാജ്യത്തെ അംഗീകരിച്ചിരുന്നു. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത്ര വേഗത്തിൽ ഒരു തീരുമാനമെടുത്തത്? അവിടെയാണ് നമ്മൾ ബൈബിൾ എന്ന ഘടകം കാണുന്നത്. ട്രൂമാൻ ഒരു കടുത്ത മതവിശ്വാസിയായിരുന്നു. യഹൂദന്മാർക്ക് അവരുടെ മണ്ണ് തിരികെ ലഭിക്കണമെന്നത് ദൈവഹിതമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പക്ഷേ ഇതിനെ അന്നത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോർജ് മാർഷൽ ശക്തമായി എതിർത്തിരുന്നു. നിങ്ങൾ ഇസ്രായേലിനെ അംഗീകരിച്ചാൽ അറബ് രാജ്യങ്ങൾ നമുക്കെതിരെ തിരിയും, നമ്മുടെ എണ്ണ ലഭ്യത തകരും. നിങ്ങൾ ഇത് ചെയ്താൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. പക്ഷേ ട്രൂമാൻ കുലുങ്ങിയില്ല. അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇതൊരു ചരിത്രപരമായ നീതിയായിരുന്നു. തുടക്കത്തിൽ അമേരിക്കയുടെ പിന്തുണ ഇന്നത്തെ പോലെ ബ്ലൈൻഡ് ആയിരുന്നില്ല. 1956 സൂയസ് കനാൽ വിഷയത്തിൽ ഇസ്രായേൽ ഈജിപ്തിനെ ആക്രമിച്ചപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ഐസൻഹോവർ കടുത്ത നിലപാടെടുത്തിരുന്നു. ഇസ്രായേലിനുള്ള സഹായങ്ങൾ നിർത്തലാക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി അവരെ പിന്തിരിപ്പിച്ചു. എന്നാൽ 1967 എല്ലാം മാറിമറിഞ്ഞു. അന്നത്തെ 6 ഡേയ്സ് വാറിൽ ഇസ്രായേൽ തന്റെ ചുറ്റുമുള്ള എല്ലാ അറബ് രാജ്യങ്ങളെയും പ്രതിരോധിച്ചു. ഈ വിജയം കണ്ടപ്പോൾ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. മിഡിൽ ഈസ്റ്റിൽ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം തടയാൻ ഇസ്രായേലിനേക്കാൾ വലിയൊരു പങ്കാളി വേറെയില്ലെന്ന്. അങ്ങനെയാണ് ഇസ്രായേൽ അമേരിക്കയുടെ അൺസിങ്കബിൾ എയർക്രാഫ്റ്റ് കാരിയറായി മാറുന്നത്. പിന്നീട് 1973 യോം കിപ്പൂർ യുദ്ധം വന്നപ്പോൾ ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലായി. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ വലിയ രീതിയിലുള്ള സൈനിക സഹായം നൽകി അവരെ പിന്തുണച്ചു. ഇതിന് പകരമായി അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് എണ്ണ നൽകുന്നത് നിർത്തി. അമേരിക്കയിൽ പെട്രോളിന് വരി നിൽക്കേണ്ടി വന്ന ആ കാലം ഇന്നും അവിടുത്തെ പഴമക്കാർ മറന്നിട്ടുണ്ടാകില്ല. പക്ഷേ ഇത്രയൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടും അമേരിക്ക ഇസ്രായേലിനെ കൈവിട്ടില്ല. അത്രയധികം ശക്തമായിരുന്നു ആ ബന്ധം. എങ്ങനെയാണ് ഇസ്രായേൽ അമേരിക്കൻ രാഷ്ട്രീയത്തെ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നത്? അവിടെയാണ് അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി എന്ന സംഘടനയുടെ റോൾ. അമേരിക്കയിലെ ഏറ്റവും ശക്തമായ ലോബിയിങ് സംഘടനയാണിത്. അമേരിക്കൻ കോൺഗ്രസിലെ 65% അംഗങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് ഇത്തരം സംഘടനകളാണ്. അമേരിക്കയിലെ ഒരു രാഷ്ട്രീയക്കാരനും ഇസ്രായേലിനെതിരെ സംസാരിക്കാൻ മടിക്കും. കാരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയക്കാരനെതിരെ AIPAC വലിയ രീതിയിൽ പ്രചാരണം നടത്താൻ സാധ്യതയുണ്ട്. ഇതിനെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ സൂയിസൈഡ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അമേരിക്കൻ പിന്തുണയ്ക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം അവിടുത്തെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളാണ്. അവരുടെ വിശ്വാസപ്രകാരം യേശുക്രിസ്തുവിന്റെ 2ാം വരവ് ഉണ്ടാകണമെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം ജൂതന്മാർക്ക് കീഴിൽ വരണം. അമേരിക്കയിലെ കോടിക്കണക്കിന് വരുന്ന ഈ വിശ്വാസികൾക്ക് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ല, അത് ദൈവത്തോടുള്ള ഒരു കടമയാണ്. ഈ വോട്ട് ബാങ്കിനെ പേടിച്ചാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ ഇസ്രായേലിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നത്. ഇസ്രായേൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നത് മുതിർന്നവരിൽ മാത്രമല്ല, കുട്ടികളിൽ കൂടിയാണ്. 90s അമേരിക്കൻ കുട്ടികളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ സീരീസ് ആയിരുന്നു സൂപ്പർ ബുക്ക്. ഇതിലൂടെ ജൂതന്മാർ എങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്നും അവർ എപ്പോഴും ഇരകളാണെന്നും കുട്ടികളുടെ ഉപബോധ മനസ്സിലെത്തിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളായ നാഷണൽ ജിയോഗ്രഫിക് പോലുള്ളവരുടെ പുസ്തകങ്ങളിൽ നിന്ന് പലസ്തീൻ എന്ന പേര് നീക്കം ചെയ്യപ്പെട്ടു. പകരം ജൂഡിയ എന്ന പുരാതന പേരാണ് പലയിടത്തും ഉപയോഗിക്കുന്നത്. അതുപോലെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് പോലുള്ള ഹോളിവുഡ് സിനിമകൾ യഹൂദർ അനുഭവിച്ച ക്രൂരതകൾ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലിനോട് എപ്പോഴും ഒരു ഐക്യദാർഢ്യം നിലനിർത്താൻ ഹോളിവുഡ് വലിയ പങ്ക് വഹിക്കുന്നു. ഹോളിവുഡിലെ പ്രമുഖരായ എഴുത്തുകാരും സംവിധായകരും പലരും ഇസ്രായേലിനോട് അനുഭാവം പുലർത്തുന്നവരാണ്. അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകളിലും മാധ്യമങ്ങളിലും ഇസ്രായേൽ അനുകൂല നിലപാടുകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നു.
ഗാസയിലെ സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതിന്റെ പ്രതിഫലനമാണ്. ഇസ്രായേൽ ഇന്ന് ലോകത്തിന്റെ സ്റ്റാർട്ടപ്പ് നാഷനാണ്. സൈബർ സുരക്ഷാ രംഗത്തും പ്രതിരോധ സാങ്കേതിക വിദ്യയിലും അവർ മുൻപന്തിയിലാണ്. അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന സൈനിക സഹായത്തിന്റെ ഭൂരിഭാഗവും ചില നിബന്ധനകളോടെയുള്ളതാണ്. അതായത് ആ പണം ഉപയോഗിച്ച് ഇസ്രായേൽ വാങ്ങേണ്ടത് അമേരിക്കൻ കമ്പനികളായ ബോയിങ്, ലോക്ഹീഡ് മാർട്ടിൻ, റൈത്തിയോൺ എന്നിവരുടെ ആയുധങ്ങളാണ്. ഫലത്തിൽ അമേരിക്കൻ സഹായം അമേരിക്കയിലെ തന്നെ ആയുധ നിർമ്മാണ കമ്പനികളിലേക്ക് തിരികെ എത്തുന്നു. ഇത് അമേരിക്കയിൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാമ്പത്തിക പ്രക്രിയയാണ്. ഇസ്രായേലിന് നൽകുന്ന സഹായം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ചലിപ്പിക്കുന്ന ഒരു വലിയ ബിസിനസ് സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനുള്ള സഹായം നിർത്തുക എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ വലിയ കമ്പനികളുടെ ലാഭത്തെ അത് ബാധിക്കുമെന്നും അവിടുത്തെ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയെ ബാധിക്കുമെന്നുമാണ് അർത്ഥം. അതുപോലെ തന്നെ പെഗാസസ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ലോക നേതാക്കളെ പോലും നിരീക്ഷിക്കാൻ ശേഷിയുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സ്പൈവെയറുകളിൽ ഒന്നാണത്. ഒരു മിസ്ഡ് കോളിലൂടെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ലിങ്കിലൂടെയോ ലോകത്തെ ഏത് പ്രമുഖന്റെ ഫോണും ഹാക്ക് ചെയ്യാൻ ഇതിന് സാധിക്കും. ലോകത്തെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഒഴിവാക്കാനാവാത്ത ഒന്നായി ഇസ്രായേൽ മാറി. പല രാജ്യങ്ങളിലെയും സർക്കാരുകൾക്ക് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും തീവ്രവാദത്തെ തടയാനും ഇസ്രായേലിന്റെ സൈബർ സഹായം തേടേണ്ടി വരുന്നു. ഈ ഒരു ഡിപ്പെൻഡൻസി ഇസ്രായേലിനെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒഴിവാക്കാനാവാത്തവരാക്കി മാറ്റുന്നു. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ലോക രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചു. അമേരിക്കയെ അറ്റാക്ക് ചെയ്തവരോട് തന്നെയാണ് തങ്ങളും പതിറ്റാണ്ടുകളായി പോരാടുന്നതെന്ന് ഇസ്രായേൽ ലോകത്തെ വിശ്വസിപ്പിച്ചു. പലസ്തീൻ പ്രസ്ഥാനങ്ങളെയും ആഗോള തീവ്രവാദ ഗ്രൂപ്പുകളെയും ഒരേ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ സൈനിക നീക്കങ്ങളെ അവർ ന്യായീകരിച്ചു. പ്രതിരോധ സാങ്കേതിക വിദ്യയും ഇന്റലിജൻസും നൽകി ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുരക്ഷാ പങ്കാളിയായി മാറി. ഇക്കാലയളവിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇസ്രായേലിന് അനുകൂലമായ അന്താരാഷ്ട്ര അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിച്ചു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന്റെ ഭരണകൂടത്തിൽ നിയോ കൺസർവേറ്റീവുകൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ ഇസ്രായേലിന്റെ താൽപര്യങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്നവരായിരുന്നു. 2001 അറ്റാക്കിനെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പുനർനിർമ്മിക്കാനുള്ള അവസരമായി അവർ കണ്ടു. ഇറാഖിലും സിറിയയിലും ഇറാനിലും ഭരണമാറ്റം വരണമെന്ന് അവർ ആഗ്രഹിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യങ്ങളായിരുന്നു മേഖലയിൽ ഇസ്രായേലിന്റെ പ്രധാന എതിരാളികൾ. ഇറാഖിലെ മാറ്റങ്ങളോടെ ഇസ്രായേലിന്റെ ഒരു വലിയ ശത്രുശക്തി ദുർബലമായി. ഇതിനെയാണ് നമ്മൾ പ്രോക്സി വാർ എന്ന് വിളിക്കുന്നത്. നേരിട്ടുള്ള വലിയ യുദ്ധങ്ങളില്ലാതെ തന്നെ തങ്ങളുടെ ശത്രുക്കളെ പ്രതിരോധിക്കുന്ന വിദ്യ ഇസ്രായേൽ അവിടെ നടപ്പാക്കി. പിന്നീട് ബരാക് ഒബാമ അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്കൻ നയങ്ങളിൽ ചില മാറ്റങ്ങൾ കണ്ടു. ഒബാമയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് ഇറാനുമായുള്ള ആണവ കരാറിൽ അമേരിക്ക സൈൻ ചെയ്യുന്നത് ഇസ്രായേലിന് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു. ഇവിടെയാണ് ഇസ്രായേലിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കണ്ടത്. വൈറ്റ് ഹൗസിനെ പോലും അറിയിക്കാതെ അമേരിക്കൻ പ്രസിഡന്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് നെതന്യാഹു നേരിട്ട് അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാനെത്തി. ഒരു വിദേശ നേതാവ് അമേരിക്കൻ പാർലമെന്റിൽ വന്ന് അവിടുത്തെ പ്രസിഡന്റിന്റെ നയങ്ങളെ പരസ്യമായി വിമർശിക്കുന്നത് അത്യപൂർവമായിരുന്നു. എന്നിട്ടും ഒബാമയ്ക്ക് ഇസ്രായേലിനുള്ള സൈനിക സഹായം നിർത്താൻ കഴിഞ്ഞില്ല. തന്റെ ഭരണകാലത്തിന്റെ അവസാനം $38 ബില്യൺ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക സഹായ കരാറിൽ ഒപ്പിട്ടാണ് ഒബാമ പടിയിറങ്ങിയത്. ഡൊണാൾഡ് ട്രംപ് വന്നതോടെ ഇസ്രായേലിന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ പല എതിർപ്പുകൾ ഉണ്ടായിട്ടും ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി ട്രംപ് അംഗീകരിച്ചു. അമേരിക്കൻ എംബസി അങ്ങോട്ടേക്ക് മാറ്റി. കൂടാതെ അബ്രഹാം ഉടമ്പടികൾ വഴി അറബ് രാജ്യങ്ങളുമായി ഇസ്രായേലിനെ അടുപ്പിച്ചു. ഇതിലൂടെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറി. 2025 ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ മൈക്ക് ഹക്കബി തുടങ്ങിയ കടുത്ത ഇസ്രായേൽ അനുകൂലികളെയാണ് പ്രധാന പദവികളിൽ നിയമിച്ചത്. ഇത് ഇസ്രായേലിന് തങ്ങളുടെ നയങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള വലിയൊരു അംഗീകാരമായിരുന്നു. നമുക്കറിയാം 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന സൈനിക നടപടികൾ ഇന്ന് വലിയ ചർച്ചാ വിഷയമാണ്. 2026 ആകുമ്പോഴേക്കും മരണസംഖ്യ 73,000 കടന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതിൽ വലിയൊരു ഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഭൂരിഭാഗവും തകർക്കപ്പെട്ടു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇതിനെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ അമേരിക്ക തങ്ങളുടെ വീറ്റോ പവർ ഉപയോഗിച്ച് ഇസ്രായേലിനെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിട്ടും അമേരിക്കൻ ഗവൺമെന്റ് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് തുടരുന്നു.
എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും ഈ നിലപാടിൽ മാറ്റമില്ലാത്തത്? കാരണം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം പ്രതിരോധ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിന് നൽകുന്ന ഓരോ ഡോളറും സത്യത്തിൽ അമേരിക്കൻ കമ്പനികളിലേക്കാണ് തിരിച്ചു വരുന്നത്. ഇത് വലിയൊരു സാമ്പത്തിക താൽപര്യമായി പലരും കാണുന്നു. ചുരുക്കത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കേവലം നയതന്ത്രം മാത്രമല്ല, മറിച്ച് അത് സൈനികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ വലിയൊരു താൽപര്യങ്ങളുടെ ശൃംഖലയാണ്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ സ്വാധീനം നിലനിർത്തുന്നതിൽ ഇസ്രായേൽ ഇന്നും ഒരു പ്രധാന ഘടകമായി തുടരുന്നു.